AR പത്മകുമാർ, ബിജെപിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടി ഓടുകയാണ് എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. പക്ഷേ ഇവിടെ രാഹുൽ തന്നെ വയനാട്ടിൽ വരും എന്നിപ്പോൾ ബിജെപി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അത് വളരെ വ്യക്തമായ കാര്യമല്ലേ. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു കുടുംബം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശം വച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് അദ്ദേഹം ഒരു സുരക്ഷിതത്വമുള്ള ഒരു മണ്ഡലം തേടി ഇങ്ങ് വന്നു എന്നുള്ളതാണ്. കർണാടകയിൽ നോക്കി, തമിഴ്നാട്ടിൽ നോക്കി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയനാടിൽ വന്നാൽ രക്ഷപ്പെടാം എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് പഴയതുപോലെ ഒരു ആവേശമില്ല, ഒന്നുമില്ല. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ PC ചാക്കോ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെ ഒരു മനസ്സമ്മതം കൊടുത്തിട്ടില്ല എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, വഴക്കിനോടും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ നമ്പർ 2 എന്ന് പറയുന്ന വലിയ നേതാവാണ് കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന നേതാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മളിതെല്ലാം മാധ്യമങ്ങളിൽ കണ്ടാണ്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഗൺമാൻ കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു, ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കുന്നു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇത് ഞാൻ തുറന്ന് എല്ലാവരോടും പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യം ചൂടാറാതെ പത്രക്കാരോട് വിളിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്നു. മാത്രവുമല്ല, അവിടെ മത്സരിക്കാൻ നിശ്ചയിച്ച് റോഡ് ഷോ വരെ നടത്തിയ ആ സ്ഥാനാർത്ഥി പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു രാഹുൽ ഗാന്ധി വരുന്നു, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകേൾവി അല്ലെങ്കിൽ അവിടുത്തെ AICC ഓഫീസിലെ എന്തെങ്കിലും അശരീരി കേട്ടുകൊണ്ടാണോ ഈ സംഭവങ്ങൾ ഒക്കെ നടന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രകടനം നടന്നത്, വയനാട്ടിൽ പ്രകടനം നടന്നത്. അപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത് റീതിങ്കിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വരുന്നു ഒരു സംശയം ജനിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള യഥാർത്ഥ കാരണം CPM വലിയ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലവിളി നമ്മൾ കേട്ടതാണ്. വലിയ കാര്യത്തിൽ ഈ കോൺഗ്രസ് CPM-നോടാണോ മത്സരിക്കൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടാണോ മത്സരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് യു പിയിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് BSP സഖ്യമാണ്. അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് 2 സീറ്റ് ഒഴിച്ചു കൊടുത്തു. അത് അവരുടെ മഹത്വമാണ് കാണിക്കുന്നതെന്ന്. എന്തേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വലിയ കക്ഷി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷി മുന്നണി, ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നവർ കൂടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്ന ആളിന് ആ യു പിയിൽ അവിടുത്തെ വലിയ കക്ഷി കാണിച്ചൊരു മഹത്വം ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കാൻ എന്താ അവരൊരു താല്പര്യക്കുറവ്? അത് വളരെ വ്യക്തമാണ്. ഇവർ പറയുന്ന കോൺഗ്രസിനെതിരായിട്ട് പറയുന്ന ആരോപണങ്ങളെല്ലാം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ജൽപ്പനങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരും എന്ന് പറഞ്ഞത് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ മുന നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ സൂക്ഷ്മ സൂചി മുന ഒടിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മോഡിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് എല്ലാ സ്ഥലത്തും പ്രചരണം നടത്തിയിട്ട് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിട്ട് 2 ആളുകളെ കൂട്ടി ഡൽഹിയിൽ ചെന്നിട്ട് ആരെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നത്? ഒന്നുമില്ല. ആരെ പ്രധാനമന്ത്രിയാക്കാൻ അവർ കഴിയില്ല. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യം വളരെ എനിക്ക് ആശ്ചര്യം തോന്നി. അദ്ദേഹം പറഞ്ഞത് മോഡിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മോഡിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്ത പശ്ചിമ ബംഗാളിലെ നിലപാടെന്താ? അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. BJP-യുമായി നേരിട്ടാണ് മത്സരം. കോൺഗ്രസും നിങ്ങളുടെ CPM-ഉം 3-4 സ്ഥാനത്താണ്. നേരിട്ട് മത്സരം പശ്ചിമ ബംഗാൾ നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസും BJP-യുമാണ്. അവിടെ എന്തേ നിങ്ങൾക്ക് ഈ കേരളത്തിലെടുക്കുന്ന ആ നിലപാട് അവിടെ എടുക്കാത്തത്? അവിടെ എന്തുകൊണ്ട് നിങ്ങൾ നിഷ്പക്ഷമായൊരു നിലപാടെടുത്തിട്ട് BJP-യെ തോൽപ്പിക്കാൻ തൃണമൂലിന് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്തത്? ബീഹാറിൽ അവിടെ BJP-യും അതുപോലെ തന്നെ RJD-യുമാണ് 2 മുന്നണികളായി നിന്ന് മത്സരിക്കുന്നത്. അവിടെ നിങ്ങൾ എന്താ നിലപാട്? കോൺഗ്രസിന് അനുകൂലമായി നിലപാട് എടുക്കുന്നുണ്ടോ? RJD-ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ടോ? അവിടെ ഇടതുപക്ഷം വേറെ മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്? അങ്ങനെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത സ്ഥലത്ത്
കോൺഗ്രസിന് വോട്ട് ചെയ്ത് മോഡിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ്. ഇവിടെ വരുമ്പോൾ പറയും വേറൊരു നയം, മറ്റു സംസ്ഥാനങ്ങളിൽ പറയും വേറൊരു നയം. ശരി, ഞാൻ നിങ്ങളുടെ